സുനിൽ പറഞ്ഞതുപോലെ ഇതിലെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം മകരവിളക്ക് അടുത്തിരിക്കുന്ന സമയത്താണ്. ഇപ്പം മോഹനെ സംബന്ധിച്ചാണെങ്കിൽ നേരത്തെ കേസൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ രാജീവരെ സംബന്ധിച്ച് ആ രീതിയിലായിരുന്നു ഭക്തർ അതിനെ കണ്ടിരുന്നത്. ആ രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു നമ്മൾക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ പ്രതികരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലായത് ഒരു ബന്ധവുമില്ല എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു. പിന്നീട് കോടതി പറയുമ്പോഴാണ് നമുക്ക് പോലും അത്തരത്തിലൊരു സംശയത്തിലേക്ക്, ഇല്ലെങ്കിൽ തന്ത്രിയും ഇതിലേക്ക് എത്തുന്നു എന്നൊക്കെയുള്ള സൂചനകൾ ലഭിച്ചത്. അപ്പം ആ രീതിയിൽ എങ്ങനെയാണ് ശബരിമലയെ സംബന്ധിച്ച് ഇപ്പം തന്ത്രിയെ അറസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കാരിന് ഇപ്പം നേരത്തെ തന്നെ പ്രതിപക്ഷത്തിലെ പല നേതാക്കളും പറയുന്നുണ്ടായിരുന്നു തന്ത്രിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കുന്നു എന്ന രീതിയിൽ ഒരു സംസാരം ഉണ്ടായിരുന്നു. പക്ഷേ അത്രയധികം തെളിവില്ലാതെ അങ്ങനെ ഒരു നീക്കം SIT നടത്തില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അങ്ങനെ നോക്കുമ്പോൾ വൈകാരികമായും രാഷ്ട്രീയമായും ഒക്കെ എങ്ങനെയായിരിക്കും കേരളം വരും ദിവസങ്ങളിൽ ഈ വിഷയം, പ്രത്യേകിച്ച് തന്ത്രിയുടെ അറസ്റ്റിനെ കാണുക? അതിൽ ആദ്യം ചോദിച്ച കാര്യം, അതായത് ശബരിമലയിലെ ഏതെങ്കിലും തരത്തിലുള്ള പൂജാ വിധികളെയോ രീതികളെയോ ഒന്നും, അവിടുത്തെ ചടങ്ങുകളെ ഒന്നും രാജീവരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് തടസ്സമുണ്ടാവില്ല എന്ന് ദേവസ്വം ബോർഡ് കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. കാരണം അവിടെ ചടങ്ങുകളൊക്കെ കൃത്യമായി തന്നെ നടക്കും. അത് ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് അതിന് മുടക്കം വരുന്ന സാഹചര്യം ഉണ്ടാവില്ല എന്നതാണ് ദേവസ്വം ബോർഡ് പറയുന്നൊരു കാര്യം. മറ്റൊന്ന് രാഷ്ട്രീയ ആരോപണമാണ്. അത് നമുക്ക് കുറെ കൂടി വിശദമായി പറഞ്ഞാൽ, നേരത്തെ തന്നെ ഉണ്ടായ ഒരു ചോദ്യം, അതായത് നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ ഏറ്റവും അധികം ഉയർന്നു വന്നിരുന്ന ചോദ്യം പോറ്റിയെ കയറ്റിയത് ആരാണ് എന്ന ചോദ്യമാണ്. പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചത് ആരാണ് എന്ന ചോദ്യത്തിന് അത് സഖാക്കളാണെന്ന ആക്ഷേപമാണ്, ആരോപണമാണ് പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇന്നലെ മുതൽ CPMന്റെ ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും അവരുടെ ലീഡേഴ്സ് അങ്ങനെ കൃത്യമായി പ്രതികരിച്ചിട്ടില്ല. പക്ഷേ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളൊക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോറ്റിയെ ചൂണ്ടിയാണ്, നോക്കൂ ഞങ്ങളല്ല, തന്ത്രിയെ ചൂണ്ടിയാണ്, നോക്കൂ ഞങ്ങളല്ല, തന്ത്രിയാണ് പോറ്റിയെ കയറ്റിയത് എന്ന തരത്തിൽ അത്തരത്തിലേക്ക് അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഈ പ്രതിസന്ധിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ അതിനെ മറികടക്കാൻ പുറത്തു ചാടാനുള്ള ശ്രമങ്ങൾ, മാർഗങ്ങളൊക്കെയാണ് തന്ത്രിയെ ചൂണ്ടി ഇടത് പാളയം അല്ലെങ്കിൽ ഇടത് സൈബർ ഇടങ്ങളിലെങ്കിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ CPMന്റെ നേതാക്കൾ എടുക്കുന്ന നിലപാട് അന്വേഷണം നടക്കട്ടെ, അത് തന്ത്രിയില്ലെങ്കിൽ തന്ത്രിയിൽ ആരെങ്കിലും അന്വേഷണം പോയിക്കോട്ടെ, സ്വർണം കട്ടവരാരെങ്കിലും ആവട്ടെ, അവരൊക്കെ നടപടിയെടുക്കട്ടെ എന്ന തരത്തിലേക്കുള്ളൊരു നിലപാടെടുക്കുന്നു. ഇത് തന്ത്രിയെങ്കിൽ തന്ത്രി എന്നൊരു നിലപാടെടുക്കുന്നു. പക്ഷേ അതിനപ്പുറത്ത് പ്രതിപക്ഷം ഇപ്പുറത്ത് പറയുന്നത് അത് അങ്ങനെയല്ല. പ്രതിപക്ഷം പറയുന്നത് ഇതിൽ കൃത്യമായ ധാർമ്മികമായിട്ടെങ്കിലും ഇക്കാര്യത്തിൽ അതിൽ ബാധ്യതയുള്ള ആളായിരുന്നു അന്നത്തെ ദേവസ്വം മന്ത്രി. അതുകൊണ്ട് ദേവസ്വം മന്ത്രി അറിയാതെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ അവിടെ നടക്കില്ല. കടകംപള്ളി ആയിരുന്നു അന്ന് ദേവസ്വം മന്ത്രി, പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്, അത്രയും മുതിർന്നൊരു നേതാവാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയ തോതിലുള്ള ജാഗ്രത കുറവോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഇടപെടലുകളോ ഉണ്ടായിട്ടുണ്ട് എന്ന ആക്ഷേപം, ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ പോറ്റി നൽകിയ ഒരു മൊഴിയുണ്ടല്ലോ, ആ മൊഴിയാണ് ഇതിൽ ഏറ്റവും പ്രധാനമാവുന്നത്. പോറ്റി പറഞ്ഞത് അന്ന് ഈ സ്വർണ്ണപ്പാളി ഇവിടെ നിന്ന് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 അപേക്ഷകളാണ് താൻ കൊടുത്തത്. ഒന്ന് ദേവസ്വം ബോർഡ് മന്ത്രിക്കും മറ്റൊന്ന് ദേവസ്വം ബോർഡിനുമാണ്. അങ്ങനെ ദേവസ്വം ബോർഡിന് കൊടുത്ത അപേക്ഷ ദേവസ്വം ബോർഡിന്റെ മന്ത്രിയുടെ കയ്യിൽ നിന്ന് ഫോർവേഡ് ചെയ്യപ്പെട്ടിട്ട് നേരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കയ്യിലേക്കാണ് വരുന്നത്. അങ്ങനെ ദേവസ്വം മന്ത്രിയുടെ അറിവോടുകൂടിയാണ് ഈ സ്വർണ്ണപ്പാളികൾ അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോകാൻ ദേവസ്വം മന്ത്രിയാണ് അനുമതി കൊടുത്തതെന്ന ആക്ഷേപം മൊഴിയായി തന്നെ SITയുടെ മുമ്പിലുണ്ട്. ആ മൊഴിയുടെ കൃത്യത വരുത്താനാണ് കഴിഞ്ഞ ദിവസം കടകംപള്ളിയെ ചോദ്യം ചെയ്തത്. പക്ഷേ കടകംപള്ളി പറയുന്നത് ഏതെങ്കിലും ഒരു ഫയൽ തന്റെ മുമ്പിൽ വന്നിട്ടില്ല, തനിക്ക് ഏതെങ്കിലും ഫയൽ കാണുകയോ ലഭിക്കുകയോ അത് ഫോർവേഡ് ചെയ്യുകയോ ഒന്നും താൻ ചെയ്തിട്ടില്ല എന്ന നിലപാടിലാണ് കടകംപള്ളിയും ഈ വിഷയത്തിലുള്ളത്. ഇനി എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്യലുണ്ട്. മൊഴി ഇപ്പം അറസ്റ്റിലായവരുടെ മൊഴി ഒന്നിച്ചിരുത്തി എടുക്കേണ്ടതുണ്ട്. അതിൽ തന്ത്രിയുണ്ട്, പോറ്റിയുണ്ട്, പത്മകുമാറുണ്ട്, വാസുണ്ട്, അങ്ങനെ ഈ അറസ്റ്റിലായിട്ടുള്ള മുഴുവൻ ആളുകളുമുണ്ട്. അവരെയൊക്കെ ഒന്നിച്ചോ ഒറ്റയ്ക്കോ ചോദ്യം ചെയ്ത് ഇതിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ, മറ്റാരിലേക്കെങ്കിലും ഇത് കണക്റ്റ് ആവുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം തേടുക എന്നതാണ് പ്രധാനമായും SITയുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ദൗത്യം. എന്തായാലും കേരളത്തെ സംബന്ധിച്ച് ഇതൊരു കേവലം സ്വർണ്ണപ്പാളി കേസ് എന്നതിനൊക്കെ അപ്പുറത്തേക്ക് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടേണ്ട അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമായി നിലനിൽക്കുന്ന ഒരു സംഗതി കൂടിയാണ് ശബരിമല സ്വർണ്ണപ്പാളി കേസ്. അതിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് പോയി കൂടുതൽ ഉന്നതരിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ സ്വാഭാവികമായും അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും LDFന്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയതിനേക്കാൾ വലിയ ഡാമേജ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് തന്ത്രിയാണ് ഇതിന്റെ എല്ലാം ഉത്തരവാദി
തന്ത്രിയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ അവിടുത്തെ തട്ടിപ്പുകൾക്കൊക്കെ കുട പിടിച്ചത് എന്നൊരു നിഗമനത്തിലേക്ക് SIT എത്തി. ആ അന്വേഷണം അവിടെ തന്ത്രിയിൽ അവസാനിപ്പിച്ചാൽ സ്വാഭാവികമായും അത് LDF സംബന്ധിച്ച് വലിയ ഗുണമാണ്. കാരണം ഇത്ര നാൾ കേട്ടിരുന്ന ആക്ഷേപങ്ങൾക്ക്, ആരോപണങ്ങളിൽ നിന്നൊക്കെ തൽക്കാലത്തേക്കെങ്കിലും മാറാം, ഒഴിവാകാൻ കഴിയും എന്നൊരു ഗുണമാണ്. എന്തായാലും അതിനൊപ്പം നമുക്ക് ഇന്ന് ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഏതെങ്കിലും തരത്തിൽ തന്ത്രിയുടെ അറസ്റ്റിന് ശേഷം ഉണ്ടാകുന്ന സെക്രട്ടേറിയറ്റ് യോഗമാണിത്. സാധാരണ സെക്രട്ടേറിയറ്റ് ആണ്, പക്ഷെ എന്നാൽ കൂടിയും തന്ത്രിയുടെ അറസ്റ്റ് വന്നതിന് ശേഷമുള്ള യോഗമാണ്. ആ യോഗത്തിൽ പത്മകുമാറിനെതിരെ ഏതെങ്കിലും നടപടി അടക്കമുള്ള കാര്യങ്ങളോ സർക്കാർ നടപടി ഇല്ലാന്നായിരുന്നു ഗോവിന്ദമാഷ് നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അതല്ല, പുതിയ സംഭവ വികാസങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും നടപടികളിലേക്കൊക്കെ പോകുമോ എന്നത് ചിലപ്പോൾ ഒരുപക്ഷെ ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്തേക്കും. എന്തായാലും രാഷ്ട്രീയമായും കേരളത്തെ സംബന്ധിച്ച് വലിയ നിർണായകമാവുന്ന